ഹലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു അതർ ഡിസിപ്ലിൻസ് യൂണിറ്റ് 1ന്റെ പാർട്ട് 2 ആണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കും മറ്റു ഉള്ള ഡിസിപ്ലിൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്നത് സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. സോഷ്യോളജി ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ടും തമ്മിൽ ഭയങ്കര ക്ലോസ് റിലേഷൻ ആണ് അല്ലെ. പക്ഷെ ചില കാര്യങ്ങളിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് താനും. സോഷ്യോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിയററ്റിക്കൽ, അതായത് തിയറീസ് ബിൽഡ് ചെയ്യണതാണ് കുറച്ചും കൂടി സോഷ്യോളജി. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് സോഷ്യൽ വർക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ COS ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നമ്മൾ COS സ്റ്റാർട്ട് ചെയ്തതും സെറ്റിൽമെന്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ അതിലൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സോഷ്യൽ വർക്കിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആദ്യം അതൊരു സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടി ചെയ്തത് കൊണ്ട് തന്നെ അത് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് പക്ഷെ നമുക്ക് COSൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് പേഴ്സൺ സെന്റേർഡ് അപ്രോച്ച് ആണ്. അപ്പൊ അത് നമ്മുടെ കേസ് വർക്ക് ആയിട്ട് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ കേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ പറയാനാണെങ്കിൽ സോഷ്യൽ വർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് സോഷ്യോളജി തിയറി ബിൽഡ് ചെയ്യാനാണ് കൂടുതലായിട്ട് സോഷ്യോളജി ശ്രമിക്കുന്നത്. പക്ഷെ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ വർക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് സോഷ്യൽ വർക്കിന്റേത്. സോഷ്യോളജിസ്റ്റ് അതായത് സോഷ്യോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും കറന്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ മാത്രം ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ എന്നാലും അങ്ങനെയല്ല. സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അയാളുടെ ബർത്ത് എങ്ങനെയായിരുന്നു, അയാളുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, അങ്ങനെ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമുക്ക് എന്തൊക്കെ ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ. സോ സോഷ്യോളജിയുടെ വേറെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റം തിയറി, നമ്മൾ സോഷ്യോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ സിസ്റ്റം തിയറി നമ്മൾ സോഷ്യൽ വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ എക്കോളജിക്കൽ മോഡൽ വെച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഓരോ ഇന്റർവെൻഷനും ക്ലയന്റ് സിസ്റ്റത്തിന് നമ്മൾ ഓരോ സിസ്റ്റം ആയിട്ട് അതിൽ ഓരോന്നും, അതിപ്പോ ഫാമിലി ആവാം, എന്തും ആവാം, അതില് ക്ലയന്റിന്റെ പിയർ ഗ്രൂപ്പ്, ഫാമിലി ഉൾപ്പെടെയുള്ള ഓരോ സിസ്റ്റംസും ക്ലയന്റിനെ നന്നായിട്ട് അയാളുടെ ചേഞ്ച്, അയാളിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചിനും ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ സിസ്റ്റം തിയറി വെച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ സിസ്റ്റം തിയറി നമ്മൾ എടുത്തത് സോഷ്യോളജിയിൽ നിന്നായിരുന്നു. പിന്നെ മേജർ ആയിട്ടുള്ള 3 അപ്രോച്ചസ്, സോഷ്യോളജിയുടെ മേജർ 3 അപ്രോച്ചസ് ആണ് സ്ട്രക്ചറലിസ്റ്റ്, സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ്, മാസിൻ ആൻഡ് ഇന്ററാക്ഷനിസ്റ്റ് തിയറീസ് ഒക്കെ. അപ്പൊ അതും സോഷ്യൽ വർക്കിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാസസ് തിയറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിന് കോൺഫ്ലിക്റ്റ്, സൊസൈറ്റിയുടെ ഭാഗമാണ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നമ്മൾ ഈ സോഷ്യോളജിയിൽ നിന്നുള്ള മാർക്സിസ്റ്റ് തിയറി വെച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. കാരണം സൊസൈറ്റിയിൽ എപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് റൂളിംഗ് ആയിട്ടുള്ള ആളുകൾ തമ്മിലാവും, അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എപ്പോഴും ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെൽത്തി സൊസൈറ്റി അല്ല. പക്ഷെ സൊസൈറ്റിയുടെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത കുറെ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഫോക്കാൾഡ് കൺസെപ്റ്റ് ഓഫ് പവർ, അതേപോലെ മാർക്സ് ക്ലാസ് ഓഫ് റിലേഷൻഷിപ്പ്, ഗോഫ്മാൻ ക്ലോസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറെ കോൺസെപ്റ്റ്സ് നമ്മൾ സോഷ്യൽ വർക്കിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആയിട്ടുള്ള റോള്, സ്റ്റാറ്റസ്, അതോറിറ്റി, പവർ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഗ്രൂപ്പ്സ് നമുക്കറിയാം, ഹൗ ടു ബിഹേവ് ഇൻ എ ഗ്രൂപ്പ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഗ്രൂപ്പ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ എ ഗ്രൂപ്പ് പ്രോസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ മെത്തേഡ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആണെങ്കിലും ഗ്രൂപ്പ് വർക്ക് ആണെങ്കിലും കേസ് വർക്ക് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് പഠിക്കുന്നത്. അതൊക്കെ ആയിരുന്നു മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. പിന്നെ പറയാനാണെങ്കിൽ ഫാമിലി, നമ്മളിപ്പോ സോഷ്യൽ വർക്കിലും നമ്മൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫാമിലിയും എന്താണ് ഫാമിലി എന്നുള്ളതൊക്കെ പഠിക്കുന്നത്. അതേപോലെ തന്നെ റോൾ ഫംഗ്ഷൻസും ചേഞ്ചിങ് റോൾ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നമ്മൾ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. അതൊക്കെ നമ്മൾ സോഷ്യൽ വർക്കിലും പഠിക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലംസ് ഓഫ് എൽഡർലി ആൻഡ് ദെയർ സൊല്യൂഷൻസ്, അത് കുറച്ചും കൂടി ആഴത്തിൽ ഇറങ്ങി ജെറണ്ടോളജിക്കൽ സ്റ്റഡീസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൽ ഒന്ന് സൈക്കോളജിയും അതേപോലെ തന്നെ മറ്റൊന്ന് സോഷ്യോളജിയൊക്കെയാണ്. അപ്പൊ സൈക്കോളജിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടെക്നിക്സും നമ്മൾ സൈക്കോളജിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ തിയറീസ്, സൈക്കോ അനാലിസിസ്, ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക്കൽ തിയറി, അതേപോലെ തന്നെ ഡ്രീം ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമ്മൾ സൈക്കോളജിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചൈൽഡ് ഡെവലപ്മെന്റ്, അതായത് ഓരോ സ്റ്റേജിലുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ട്സ് വെച്ച് പഠിക്കണം. പിന്നെ അബ്നോർമൽ സൈക്കോളജി, സൈക്കോളജിയുടെ തന്നെ ഒരു ഭാഗമാണ് അബ്നോർമൽ സൈക്കോളജി. അതായത് നമ്മുടെ
മെന്റൽ ഇൽനെസിന്റെ ക്ലാസിഫിക്കേഷനും ഓരോ ഡിസോർഡേഴ്സിനെ ഒക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി, നമ്മൾ CBT ആണെങ്കിൽ അങ്ങനെ ഓരോരോ ടെക്നിക്സ്, BT ടെക്നിക്സ് തന്നെ ഉപയോഗിച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നതിനൊക്കെ നമ്മൾ ഈ സൈക്കോളജി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ പറഞ്ഞു വരാനാണെങ്കിൽ നമ്മൾ ആദ്യം ഹെൽപ്പിംഗ് ദ പുവർ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൊഫഷൻ ആയിരുന്നു സോഷ്യൽ വർക്ക്. പക്ഷെ പിന്നീട് കുറച്ചും കൂടി തിയറട്ടിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് സോഷ്യൽ വർക്ക് എന്നൊരു ഫീൽഡ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിസിൻ ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. നമുക്കറിയാം ഒരു ഹെൽത്ത് സെക്ടറിലാണ് സോഷ്യൽ വർക്കേഴ്സിന് ഒരുപാട് റോൾ ഉണ്ട് ഒരു ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഒരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ഡിസീസസിനെ പറ്റിയിട്ടും അതിന്റെ കോസസിനെ പറ്റിയിട്ടും ഡയഗ്നോസിസും എങ്ങനെയാണ് അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പ്രൊമോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ വർക്കർ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ ഉള്ള ഒരു ഫാമിലിനെ എങ്ങനെയായിരിക്കും അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് അത് മൊബിലൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്കീംസ് ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ദ റിസോഴ്സസ് ദാറ്റ് വിൽ ഗെറ്റ് ഫ്രം ദ ഗവൺമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സോഷ്യൽ വർക്കർ ഒരു മെഡിക്കൽ സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കണം. മെഡിക്കൽ സെറ്റിംഗിൽ അല്ലെങ്കിൽ പോലും ജനറലി നമ്മുടെ ക്ലയൻസിന്റെ വെൽബീയിങ്ങിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ മെഡിസിനിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സോഷ്യൽ വർക്കിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ സൈക്യാട്രി ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. സൈക്യാട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒരു ഡയഗ്നോസിസും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് സൈക്യാട്രിയിൽ ഉൾക്കൊള്ളുന്നത്. സോ അതുപോലെ തന്നെ സൈക്യാട്രി സോഷ്യൽ വർക്കും തമ്മിൽ ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ. സോ അതിൽ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്, DSM ICD ഒക്കെ. സോ അതിന്റെ ബേസിസിൽ എങ്ങനെയാണ് നമ്മൾ ഇൽനെസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിന്റെ കോസ് എന്താണ്, എഫക്ട് എന്താണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റും, ഫാർമക്കോളജിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ടോ എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്യാട്രിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഒരാളുടെ ഇൽനെസ് എന്ന് പറയുമ്പോൾ അത് ഓഫ്കോഴ്സ് അയാളുടെ ഫാമിലിനെ കൂടി, ഒരു മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ ആയാലും അത് അവരുടെ ഫാമിലിനെ കൂടി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ എങ്ങനെയൊക്കെ ഫാമിലിനെ അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫാമിലിക്ക് സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് സൈക്യാട്രിയിൽ നിന്നാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യൽ വർക്കേഴ്സിനെയും സൈക്യാട്രിസ്റ്റിനെയും ബാക്കിയുള്ള എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസും ഒന്നടങ്കം നിന്നാൽ മാത്രമാണ് അതൊരു പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അതിനെയാണ് നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഇത്ര നാള് കണ്ടതിൽ വെച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ USA ആണെങ്കിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനെ നേരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് അസോസിയേഷൻ ഓഫ് സൂപ്രണ്ട്സ് ഓഫ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ഇൻസെയിൻ എന്നാണ്. അതായത് അവരായിരുന്നു കൂടുതലായിട്ട് ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് നീഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളൊരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താ, ആ പ്രൊഫഷന്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു അല്ലെ, ആ പ്രൊഫഷൻ എന്തിൽ നിന്നൊക്കെയാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്, ഏതൊക്കെ വ്യൂ പോയിന്റ്സ് ആ പ്രൊഫഷന് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഹിസ്റ്ററിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബാക്കിൽ അതായത് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ മാർജിനലൈസ്, ഇപ്പൊ അർബനൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള എവല്യൂഷനൊക്കെ നമ്മുടെ ഹിസ്റ്ററി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അർബനൈസേഷൻ ആണെങ്കിലും മോഡേണൈസേഷൻ ഒക്കെ ആണെങ്കിലും അതും കുറെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഡിറൈവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഇപ്പൊ ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിയോ ലിബറലിസം എന്താണ്, ഇപ്പൊ വെൽഫെയർ സ്റ്റേറ്റ് കറന്റ്ലി എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. സോ അടുത്തത് വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് എങ്ങനെയാണ് സൊസൈറ്റീനെ എങ്ങനെയാണ് അല്ലെങ്കിൽ പബ്ലിക്കിന് എന്തൊക്കെയാണ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനിലൂടെ പബ്ലിക്കിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നമ്മളൊരു സോഷ്യൽ വർക്കർ ആയിട്ടിരിക്കെ നമ്മൾ സോഷ്യൽ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യും. ലേറ്റർ അതിന് എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ സർവീസസ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഒരു സോഷ്യൽ വെൽഫെയർ ഏജൻസീസ് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഇപ്പൊ ഗവൺമെന്റലായിട്ട് നോൺ ഗവൺമെന്റലായിട്ടൊക്കെ ഒരുപാട് ഏജൻസീസ് നമുക്ക് സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വഴിയാണ്. പിന്നെ പുതിയ പുതിയ സോഷ്യൽ പോളിസീസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നായിരുന്നു. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു UK USA യിലൊക്കെ നമ്മൾ
കൂടുതലായിട്ട്, അതായത് ഗവൺമെന്റ് ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു വെൽഫെയർ സർവീസസിലൊക്കെ. ഇപ്പോഴാണെങ്കിലും അവിടുത്തെ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നതും ഒരു സോഷ്യൽ വർക്കർ തന്നെയാണ്. അതേപോലെ ഒരു കറക്ഷണൽ സെറ്റിംഗിലാണെങ്കിൽ സോഷ്യൽ വർക്കറുടെ റോൾ എന്ന് പറയുമ്പോൾ പ്രൊബേഷൻ ഓഫീസർ ആയിട്ടൊക്കെ നമുക്ക് റോൾസ് ഉണ്ട്. കാരണം ഒരാള് അതായത് സമൂഹത്തിലേക്ക് ഒരാളെ തിരിച്ചു കയറ്റുമ്പോൾ, നമുക്കറിയാലോ പ്രൊബേഷനേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആദ്യ കുറ്റകൃത്യം ചെയ്തവരും അതല്ലാതെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരൊക്കെ ഉണ്ടാവും. സോ അവർക്ക് ഒരു പ്രൊബേഷണറി പീരീഡ് ഒക്കെ കൊടുത്ത് അവർ ഫിറ്റ് ആണോ, പരോളൊക്കെ കഴിഞ്ഞ് അവർ ഓക്കെ ആണോ സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകാൻ എന്നുള്ള കണ്ടീഷൻ ഒക്കെ നോക്കുന്നതും അതിന്റെ ആ ഒരു ഫിറ്റ്നസ് ഒക്കെ കൊടുക്കുന്നതും ഒരു സോഷ്യൽ വർക്കർ ആണ്. പിന്നെ അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ, ഈ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോളിസീസ് ഒക്കെ നമ്മൾ എങ്ങനെയാ, എന്തൊക്കെ പോളിസീസ് നമുക്ക് കറന്റ്ലി ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തത്, അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ലോ ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോഷ്യൽ വർക്കറിന്. നമുക്കറിയാം നമ്മുടെ ക്ലയൻസിന്റെ വെൽബീയിങ്ങിന് വേണ്ടി, അതായത് നമ്മുടെ ക്ലയൻസിന് വേണ്ടി നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്വക്കസി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ചിലപ്പോൾ അതിപ്പോ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാവാം, അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ വിമൻ ആവാം, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലോസ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അല്ലെ. വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഈ ലോസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവണം. സോ ലീഗൽ ഫൗണ്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ എ സോഷ്യൽ വർക്കർ. സോ അതുകൊണ്ട് നമ്മൾ ലോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്, ലോ ആൻഡ് സോഷ്യൽ വർക്ക് തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ അതും നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്കറിയാം ഇപ്പൊ ചൈൽഡ് കെയർ അല്ലെങ്കിൽ അഡോപ്ഷൻ, കറക്ഷൻ, മെന്റൽ ഹെൽത്ത്, ഈ ഫീൽഡിലൊക്കെ ഒരുപാട് ലോസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ആക്ട് ഓഫ് 1987 അങ്ങനെ ഒരുപാട് ആക്ട്സ് കേട്ടിട്ടുണ്ട് അല്ലെ. സോ അതിനൊക്കെ നമ്മൾ ഒരുപാട് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലോസിനെയൊക്കെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമുക്കറിയാം ഇപ്പോ നമ്മൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡും അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു PIL, അതായത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നടത്തണമെങ്കിൽ പോലും നമുക്ക് എന്താണ് റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു സാധാരണക്കാരനുള്ളതും അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഉള്ളതാണ് അതായത് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ലീഗൽ എയ്ഡ് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ മാരേജ്, ഡിവോഴ്സ്, മെയിന്റനൻസ്, അഡോപ്ഷൻ, ഇതിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അതായത് PWD ആക്ട് ഒക്കെ നമ്മൾ എപ്പോഴും എന്തൊക്കെയാണ്, അതായത് ഇതൊക്കെ ഓരോരുത്തരുടെ, ഇപ്പൊ ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ലോ ആയിരുന്നു PWD ആക്ട് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡൗറി പ്രൊഹിബിറ്റ് ചെയ്തതിന് തുടർന്നുണ്ടായിരുന്ന ഒരു ആക്ട് ആയിരുന്നു അത്. അതേപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, JJ ആക്ട് ഓഫ് 2004, കുട്ടികളെ ഈ ബാലവേല അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ടുകളൊക്കെ ഉണ്ട്. പിന്നെ PIL, നമ്മളൊരു പബ്ലിക് ഇൻട്രസ്റ്റ്, നമുക്കറിയാം ഒരു സൊസൈറ്റി ആസ് എ ഹോൾ നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു മൂവ്മെന്റ് ആണ് PIL എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് അറസ്റ്റ്, എന്താണ് ബെയിൽ, എന്താണ് ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ ഒക്കെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ FIR, നമുക്കറിയാം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, എന്താണ് ചാർജ് ഷീറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫി, എത്തിക്സ് ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് ഒരു റൈറ്റ് ആക്ഷൻ, ഒരു ക്ലയന്റിന് നമ്മൾ എത്തിക്കലി കുറെ അല്ലെങ്കിൽ എത്തിക്കലി കുറച്ച് റെസ്പെക്റ്റും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ക്ലയന്റിന്റെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഒരു റൈറ്റ്സ്, അവർക്ക് ഒരു വാല്യൂ കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിന്റെ ഒരു ഇതെന്ന് പറയുന്നത് 3 ഫോംസിലാണ് നമ്മൾ എത്തിക്കൽ പ്രോബ്ലംസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ വെൽഫെയർ ആൻഡ് റൈറ്റ്സ്, ഇഷ്യൂസ് അറൌണ്ട് പബ്ലിക് വെൽഫെയർ, ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇനീക്വാലിറ്റി ആൻഡ് സ്ട്രക്ചറൽ ഓപ്പറേഷൻ. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്തിക്സ് ആൻഡ് ഫിലോസഫിയിൽ നിന്നാണ് നമ്മൾ ഫൈനലി നാസോന്റെ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാക്കിയത്. അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സിന്റെ നാസോന്റെ കോഡ് ഓഫ് എത്തിക്സ് ആണ് നമ്മൾ ഇപ്പോഴും കറന്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ വർക്ക് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റഡി ഓഫ് ഹൗ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വി വാണ്ട് ഗെറ്റ് പ്രൊഡ്യൂസ്, അതായത് എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാവുന്നത്, എന്താണ് ഒരു എക്കണോമിക് പോളിസി, വാട്ട് ഈസ് ഇൻകം, വാട്ട് ഈസ് പോവർട്ടി, വാട്ട് ഈസ് അൺഎംപ്ലോയ്മെന്റ്, എന്താണ് മൈഗ്രേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു എക്കണോമിക് പോളിസിയിൽ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാന്നൊക്കെ നമ്മൾ ഒരു എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുള്ളൂ.
പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത്, അതേപോലെ തന്നെ എന്താണ് ഇപ്പോ നമുക്കറിയാം നമ്മുടെ അമർത്യാസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യ എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. അപ്പൊ അമർത്യാസൻ പറയുന്നത് പോലെ എന്താ ഒരാൾ എക്കണോമിക്കലി വീക്ക് ആവുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആവാൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ അപ്പൊ അതുകൊണ്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാം. അതേപോലെ തന്നെ HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മെഹബൂബ് അൽ ഹക്കിന്റെ HDIയും നമ്മൾ ഇതിൽ ഈ മെയിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തൊക്കെ സർവീസസ് ആണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്കണോമിക്സിന്റെ ബേസിസിൽ അയാളുടെ എക്കണോമിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ടും അയാളുടെ ബാക്കിയുള്ള പ്രോബ്ലംസിനെ, അതായത് ഈ ഒരു എക്കണോമിക് കണ്ടീഷൻ മൂലം അയാൾക്ക് ഒരുപാട് ബാക്ക് പ്രോബ്ലംസ് ഉണ്ടാവും എന്നൊക്കെ സോഷ്യൽ വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം സോഷ്യോളജി പറഞ്ഞു, പിന്നെ സൈക്കോളജി ആയിട്ടുള്ള ബന്ധം പറഞ്ഞു, ഹിസ്റ്ററി പറഞ്ഞു, മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു, സൈക്യാട്രി പറഞ്ഞു, ഫിലോസഫി ആൻഡ് എത്തിക്സ് പറഞ്ഞു, ലോ പറഞ്ഞു, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫൈനലി എത്തിക്സ് വാല്യൂസ് ആൻഡ് എത്തിക്സ് വാല്യൂസിലാണ് നമ്മൾ സമപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ത്രീ ഡിസിപ്ലിൻസ്, വിച്ച് ത്രീ ഡിസിപ്ലിൻസ് ആർ കൺസിഡർഡ് കോഗ്നിറ്റീവ് ഡിസിപ്ലിൻസ് ഓഫ് സോഷ്യൽ വർക്ക് നമുക്കറിയാം. സോഷ്യോളജി, അതേപോലെ തന്നെ സൈക്കോളജി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ കോഗ്നിറ്റീവ് ഡിസിപ്ലിൻസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഡിസിപ്ലിൻസ്. പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ വർക്കിന്റെ ഫീൽഡിലേക്ക്, അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ വർക്കർ, എന്തിനാണ് ഹിസ്റ്ററി അറിയേണ്ടത്, ലീഗൽ ഇൻഫർമേഷൻ എന്തിനാണ് ഒരു സോഷ്യൽ വർക്കർ വേണ്ടത്, പിന്നെ ഏത് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ്, ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആരാന്ന് നമുക്കറിയാലോ, അമർത്യാസനാണ് അതായത് ഈ ഒരു ടേമിൽ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത് അമർത്യാസനാണ്. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക്, അതായത് എങ്ങനെയായിരുന്നു എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. സോ ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ COS മുതൽ ഫൈനൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തത് വരെയുള്ള കാര്യങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. സോ താങ്ക് യു.